ഹലോ ഗായ്സ്, അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് ഷുട്ടുമണികളും കൂടി ഇന്ന് എങ്ങോട്ടാ പോകുന്നതെന്ന് പറയാം. അപ്പം ഞാൻ ഒരുപാട് സസ്പെൻസ് ഒന്നും തരുന്നില്ല. ഞങ്ങൾ സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്കിലേക്കായിരുന്നു പോയത്. ഈ രണ്ട് ഷുട്ടുമണികളെയും പോലെ ഇവരുടെ അതേ പ്രായത്തിൽ ഞങ്ങൾ കുഞ്ഞായിരിക്കുമ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനിവിടെ വന്നിട്ടില്ല. ഞങ്ങൾ ലൊഹറിൻ്റെ സമയത്തായിരുന്നു പോയത്. വീട്ടിലിരുന്ന നിലയിൽ പുറത്തിറങ്ങുമ്പോൾ ഞങ്ങൾ അടിപൊളിയായിട്ടാ. അപ്പം നിസ്കരിക്കാനായിട്ട് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവിടെ ലേഡീസിൻ്റെ പ്രയർ ഹാളിലേക്ക് ആക്കി. അങ്ങനെ ഞാൻ ചെന്നു, നിസ്കരിച്ചു. അത് കഴിഞ്ഞ് അവിടെ ഇരുന്ന് പള്ളിയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ഓളൊക്കെ എടുത്ത് റെഡി ആയിട്ടാണ് ഇറങ്ങിയത്. കുറച്ചു നേരം കിടന്ന് അവിടെ കിടന്ന് രണ്ടുപേരും കൂടെ ഓടി കുത്തി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇനി എങ്ങോട്ട് കൊണ്ടുപോകില്ല, എൻ്റെ കൂടെ വരത്തില്ല, ഞാൻ എങ്ങോട്ട് കൊണ്ടുപോയില്ല എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് കണ്ണൊക്കെ ഉരുട്ടിയപ്പോഴത്തേക്കും രണ്ടുപേരും കൂടെ അടുത്ത് വന്ന് കുറച്ച് ഇരുന്നു. അവർക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അവരെ അവിടെ ഇരുത്തി. ഇനി ഞങ്ങൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവളെ കൊണ്ട് മൂത്ത ആൾ ആയിഷിനെ കൊണ്ട് ഫോട്ടോസൊക്കെ എടുപ്പിച്ചു. അത് നന്നായിട്ട് എടുത്തു തന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ പിള്ളേരുടെ ഫോട്ടോസൊക്കെ എടുത്തു. നോക്കിയാൽ രണ്ടുപേരും ഒരു മൂട് ആടിയാ. പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവർക്ക് ഭയങ്കര ഐക്യം കേട്ടോ. ഫോട്ടോ എടുക്കാനേ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര താല്പര്യം. ഇസക്കുട്ടിയിൽ ഞാനൊരു ഇൻഫ്ലുവൻസറിന്റെ ഭാവി കാണുന്നുണ്ട്. പിന്നെ കുളിച്ചിട്ട് വന്നുകൊണ്ട് പറയില്ല, അവിടെ നിന്ന് ഞാൻ ഒന്നും കൂടെ കുളിച്ചു. അത്രയും ചൂടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളമാർക്കൊരു വീഡിയോ എടുത്തു കൊടുത്തു. മോണിക്ക, മൈ ഡിയർ മോണിക്ക, ലവ് യു മോണിക്ക, വാ വാ ഊത് ഊത്. പാട്ടൊക്കെ ഞാൻ തന്നെയാണ് ഗൈസ് പാടിക്കൊടുത്തത്. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ പാട്ട്? ആ ചെറിയ കുറിപ്പ് കാണിക്കുന്നത് നിങ്ങൾ കണ്ടോ? ഞങ്ങൾ ആരെങ്കിലും കൊണ്ടുപോയെന്ന് അറിയാൻ വേണ്ടി കുറച്ച് ഇന്നത്തേക്ക് അപ്പ വന്നു. ആരും ഉണ്ടാകാനല്ലേ. പിന്നെ ഡീറ്റെയിലായിട്ട് പള്ളിയുടെ കാര്യങ്ങളും കഥകളും ഒക്കെ പറയാൻ തുടങ്ങി. പണ്ട് ഞാനും എൻ്റെ താത്താൻ കൂടി ഇവരുടെ ഇതേ പ്രായത്തിലെ ഈ പള്ളിയിൽ വന്നപ്പോൾ ഇതേ സ്പോട്ടിൽ ഇരുന്നിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഇപ്പോൾ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഈ സ്ഥലം നല്ല ഓർമ്മയുണ്ട്. അവൾ വന്നിരുന്നെങ്കിൽ അതേപോലെ ഒരു ഫോട്ടോ എടുത്ത് മാസ് ബീജിയമൊക്കെ കയറ്റിയിട്ട് നെസ്റ്റ് അടുപ്പിക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം തെക്കും വടക്കൊക്കെ നടന്നു. അപ്പോൾ ഇതാണ് പള്ളീൻ്റെ ഒന്നും എടുക്കുന്ന ഭാഗം. അടിപൊളിയായിട്ടുണ്ടല്ലേ? പിന്നെ നമുക്ക് കുറച്ച് പള്ളിയുടെ ഭംഗികളൊക്കെ കാണാം. പിന്നെ അപ്പ വന്നിരുന്നു പപ്പാടെ കൂടെ ഇരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു സെൽഫി എടുത്തു. അത് കഴിഞ്ഞിപ്പോൾ വീട്ടിൽ പോകുന്നു പറഞ്ഞ് എല്ലാവരും മടുത്തായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും ഉറപ്പിക്കാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര നേരം എന്നെ സഹിച്ച എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.